പണ്ടൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചിരുന്ന ഒരു കൂട്ടരാണ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ടീച്ചേഴ്സ് അങ്ങനെ ഒരു റിയൽ ആയിട്ട് ഒരു ബഹുമാനം അർഹിക്കുന്നുണ്ട്? കുട്ടികളെ പേടിപ്പിച്ച് അവരിൽ നിന്ന് മേടിക്കുന്ന ഒരു ബഹുമാനമല്ലാതെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ നിന്ന് അങ്ങനെ തോന്നി ഒരു ബഹുമാനം എത്ര ടീച്ചേഴ്സ് അർഹിക്കുന്നുണ്ട്? അതുപോലെ തന്നെ നമ്മൾ പേരൻസ് ആണെങ്കിലും എത്ര ടീച്ചേഴ്സിനെ ആ ഒരു ബഹുമാനത്തോടു കൂടി കാണുന്നുണ്ട്? ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം. വളരെ വിരളമായിട്ട് മാത്രമേ ഉള്ളൂ അല്ലേ? ഇന്ന് കുഞ്ഞുങ്ങൾ പലരും റിബൽ ആകുന്നതിൻ്റെയും പഠിത്തത്തിൽ ഭയങ്കര മോശമാകുന്നതിൻ്റെയും അവരുടെ ക്യാരക്ടർ ഡെവലപ്മെന്റ് മോശമാകുന്നതിൻ്റെ ഒക്കെ ഒരു മുഖ്യ കാരണം പലയിടത്തും ടീച്ചേഴ്സാണ്. കാരണം നമ്മുടെ കൂടെ നമ്മൾ മാതാപിതാക്കളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ സമയം കുഞ്ഞുങ്ങളുള്ളത് സ്കൂളിലാണ്. അപ്പോൾ ആ സ്കൂളിൽ ആ ടീച്ചേഴ്സിൻ്റെ കൂടെ ആ ചെറുതിലേ തൊട്ടേ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അവരെല്ലാ രീതിയിലും അവർക്ക് വേണ്ട കെയറും അറ്റൻഷനും എല്ലാം കൊടുത്ത് നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിയിൽ വരും. പിന്നെ വീട്ടിലത്തെ സാഹചര്യം കൂടെ ശരിയാവണം. എല്ലാം ടീച്ചേഴ്സിൻ്റെ തലയിൽ വെക്കാൻ പറ്റില്ല. പക്ഷേ ഇന്ന് കൂടുതലും ടീച്ചേഴ്സ് കുഞ്ഞുങ്ങളെ പേടിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ തന്നെ കണ്ടില്ലേ, ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. ആവശ്യമില്ലാതെ സംശയിക്കുന്നു, പേടിപ്പിക്കുന്നു. പലതരത്തിലുള്ള, ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയാണ്. ഞാൻ പല കുഞ്ഞുങ്ങളുമായിട്ടും അവരുടെ പല പ്രശ്നങ്ങളിൽ ഇടപെടാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പല സ്കൂളിലും പോയി പല ടീച്ചേഴ്സിൻ്റെ അടുത്തും സംസാരിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പുച്ഛമാണ് ഇവരോടൊക്കെ തോന്നിയിട്ടുള്ളത്, പലരോടും. നല്ലവരുണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ പലരോടും. കാരണം അവരുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് അവർ തിരിച്ച് പറയുന്ന പല കാര്യങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും, ഇവരൊരു യഥാർത്ഥ ടീച്ചറാണോ അല്ലയോ എന്നുള്ളത്. കാരണം ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുന്നത്, ഈ കലോത്സവത്തിന് പോയി വലിയ സ്കൂളിന് വലിയ മെഡൽ നേടിക്കൊടുക്കുന്ന കുട്ടികൾ, അങ്ങനത്തെ കുറച്ച് കുട്ടികളുണ്ട്. അവരുടെ അടുത്ത് ഭയങ്കരമായ പാർഷ്യാലിറ്റി കാണിക്കുന്നു, മറ്റു കുട്ടികളെ മാറ്റി നിർത്തുന്നു. വീട്ടിലെ വലിയ പ്രൊഫഷണലുള്ള ആളുകളുടെ മക്കളെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നു, ബാക്കിയുള്ളവരെ മാറ്റി നിർത്തുന്നു. പല രീതിയിലുള്ള പാർഷ്യാലിറ്റിയും പല രീതിയിൽ കുഞ്ഞുങ്ങളുടെ അടുത്ത് മിസ്ബിഹേവ് ചെയ്യുന്നു, പല തരത്തിലും. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല. എസ്പെഷ്യലി കൊച്ചു കുഞ്ഞുങ്ങൾക്കൊന്നും പ്രതികരിക്കാൻ പറ്റുന്നില്ല. അവർ പേടിച്ച് പോവാണ്. വലിയ കുഞ്ഞുങ്ങൾ പ്രതികരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തീരെ റിബലായിട്ട് അങ്ങ് റിജക്ട് ചെയ്തിട്ട് ടീച്ചറാണെന്നുള്ളൊരു കൺസിഡറേഷൻ പോലും കൊടുക്കാത്ത രീതിയിൽ അവർ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ കുഞ്ഞുങ്ങളാവുന്നതിൻ്റെ ഒരു മുഖ്യ പങ്ക് ടീച്ചേഴ്സിനുണ്ടെന്ന് പറയുന്നതിൽ ഞാൻ ഖേദിക്കുന്നു. ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവൾ പറയുകയാണ്, ടീച്ചറിൻ്റെ അടുത്ത് ക്ലാസ്സിൽ വെച്ച് ഇച്ചിരി വെള്ളം കുടിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ അവർ സമ്മതിക്കത്തില്ല. ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും. നീ ഇൻ്റർവെല്ലിന് എന്തെടുക്കുമായിരുന്നു, നിനക്ക് അന്നേരം കുടിക്കാൻ വയ്യായിരുന്നു, ക്ലാസ് ടൈമിലാണോ നീ വെള്ളം കുടിക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ഷൗട്ട് ചെയ്യും. ഇന്നത്തെ ഈ ചൂടിൽ ഭയങ്കരമായിട്ട് ടയേർഡ് ആവുന്ന സമയത്ത് ഇച്ചിരി വെള്ളം കുടിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ സമ്മതിക്കത്തില്ല. അടുത്ത ഇൻ്റർവെല്ലാകുമ്പോൾ കുടിച്ചാൽ മതി എന്ന് പറയും. അതൊക്കെ എവിടുത്തെ ന്യായമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. കുട്ടികൾ ശകലം വെള്ളം എടുത്ത് കുടിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലും ഒരു മാനസിക പരിഗണന കാണിക്കാത്ത ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. അവരേത് രീതിയിലാണ് കുട്ടികളുടെ അടുത്തുനിന്നോ മാതാപിതാക്കളുടെ അടുത്തുനിന്നോ ഒരു റെസ്പെക്ട് അർഹിക്കുന്നത്? പിന്നെ എന്താ പറയുന്നത്, പേടിച്ചങ്ങ് നിൽക്കുകയാണ് പല കുട്ടികളും. പിന്നെ മാതാപിതാക്കളാണെങ്കിലും ഞങ്ങൾ എന്തെങ്കിലും ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുട്ടികളോട് അതിൻ്റെ ദേഷ്യം കാണിക്കുമോ എന്നൊക്കെയുള്ള പേടി കാരണം പല മാതാപിതാക്കളും മിണ്ടുന്നില്ല. എല്ലാവരും ഒന്നിച്ച് നിന്നാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. പല മാതാപിതാക്കളും പേടിച്ച് മാറുകയാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ പലരും പേടിച്ച് നിൽക്കുക എന്നുള്ളതല്ലാതെ ഇന്നത്തെ കാലത്ത് ടീച്ചേഴ്സിനോട് അധികം റെസ്പെക്ട് എത്ര പേർക്കുണ്ടെന്ന് എനിക്ക് സംശയമാണ്. ഇന്ന് എത്ര ടീച്ചേഴ്സിനറിയാം തങ്ങളുടെ ക്ലാസ്സിൽ വരുന്ന കുട്ടികളുടെ പലതരത്തിലുള്ള സാഹചര്യങ്ങളെക്കുറിച്ച്? കാരണം പല വീടുകളിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇന്നുണ്ട്. അപ്പോൾ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന കുട്ടിയാണോ, അതോ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടിയാണോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇന്ന് പല ടീച്ചേഴ്സിനും അറിയില്ല. ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരു കുട്ടിയുണ്ട്, അവൻ്റെ അപ്പ അമ്മ തമ്മിൽ ഡിവോഴ്സാണ്. അമ്മ വഴക്കുണ്ടാക്കി ഗ്രാൻഡ് പാരൻസിനെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ബന്ധുക്കളുമായിട്ട് സഹകരണമില്ല, അയൽപക്കക്കാരുമായിട്ട് സഹകരണമില്ല. ഈ പ്രശ്നങ്ങളെല്ലാം കാരണം ആ ലേഡി ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്. ഒറ്റ മോനേ ഉള്ളൂ. ആ കൊച്ചിനെ വല്ലാതെ ടോർച്ചർ ചെയ്യുകയാണ്. എപ്പോഴും ഭയങ്കര അവരുടെ ഫ്രസ്ട്രേഷനും ദേഷ്യവും മൊത്തം ആ കൊച്ചിൻ്റെ അടുത്താണ് തീർക്കുന്നത്. അതിനിത് ആരോടും പറയാനില്ല. അയൽപക്കക്കാരെ ബന്ധുക്കളെ ആരെ അടുപ്പിക്കത്തില്ല. പിന്നെ ടീച്ചേഴ്സ് ഓഫ് കോഴ്സ് ഇങ്ങനത്തെ രീതിയിലത്തെ ടീച്ചേഴ്സിൻ്റെ അടുത്താണെങ്കിൽ പോയി ഈ സങ്കടം പറയാൻ ഒരു കുട്ടിക്കും ധൈര്യം വരത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എത്ര കുട്ടികൾ നിങ്ങളുടെ ക്ലാസ്സിലുണ്ടെന്ന് ശരിക്കും പറഞ്ഞാൽ എത്ര ടീച്ചേഴ്സിന് അറിയാം? ചുമ്മാ വന്ന് എന്തെങ്കിലും പഠിപ്പിച്ചിട്ട് പോവുക എന്നുള്ളത് മാത്രമല്ല ഒരു ടീച്ചറിൻ്റെ കടമ എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് അതും കണക്കാണ്. കാരണം ഒരു കമ്പ്യൂട്ടർ ടീച്ചറിനെ പറ്റി ഒരു കുട്ടി പറയാണ്, കമ്പ്യൂട്ടർ ക്ലാസ്സിൽ എല്ലാം വായിച്ചാണ് പഠിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒന്നിലെങ്ങാണ്ട് പഠിക്കുന്ന ഒരു കൊച്ചാണ്. എല്ലാം വായിച്ചാണ് പഠിപ്പിക്കുന്നത്. ഇവരെ കമ്പ്യൂട്ടർ ലാബിൽ കൊണ്ടുപോകില്ല. കാരണം കമ്പ്യൂട്ടർ ലാബിൽ കൊണ്ടുപോകാനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ പുള്ളിക്കാരിക്ക് ഭയങ്കര മടിയാണ്, കൊണ്ടുപോകത്തില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾ വർഷത്തിൽ ഒരിക്കലെങ്ങാണ്ട് കമ്പ്യൂട്ടർ കണ്ടിട്ടുള്ളൂ. പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും വായിച്ച് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുപോയി ഇപ്പോൾ കീബോർഡ് എന്താണ്, ഇത് ഇന്ന കീ ആണ്, ഇത് ഇന്നതാണെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണ്ടേ? അല്ലാതെ ജസ്റ്റ് വായിച്ചങ്ങ് പഠിപ്പിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഓരോ തന്നിഷ്ടവും അഹങ്കാരവും ഒക്കെയാണ്. പഠിപ്പീരിൻ്റെ രീതിയും കണക്കാണ്. അപ്പോൾ പഠിപ്പീരിൻ്റെ കാര്യവും പറയണ്ട, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയണ്ട. അപ്പോൾ ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങൾ ശരിക്കും പറഞ്ഞാൽ സഫർ ചെയ്യുകയാണ്.
ഇവിടെ ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ അവർക്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ടീച്ചേഴ്സിന് പഠിപ്പീര് മാത്രമല്ല സ്കൂളിൽ നിന്ന് മറ്റ് പലതരത്തിലുള്ള റിപ്പോർട്ട്സ് ആണ് ചോദിക്കുന്നത്. ഓരോ തരത്തിലുള്ള റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ തന്നെ ഇവർക്ക് സമയം തികയുന്നില്ല. പിന്നെ എങ്ങനെ പോർഷൻസ് പ്രിപ്പയർ ചെയ്യാനും പഠിപ്പിക്കാനും കുഞ്ഞുങ്ങളുടെ മനസ്സറിയാനും കുഞ്ഞുങ്ങളെ സാന്ത്വനിപ്പിക്കാനും ഒക്കെ പറ്റുന്നത് ഒന്നും പറ്റില്ല. കാരണം അത്രത്തോളം പഠിപ്പീരല്ലാത്ത രീതിയിലത്തെ ഒരുപാട് റിപ്പോർട്ട്സ് പോലത്തെ ഒരുപാട് ജോലികൾ കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഓവർലോഡായിട്ട് വീട്ടിലും കൂടെ പോയി ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണ്. അപ്പം പിന്നെ ഇവർക്ക് എവിടെയാണ് സമയം, ഇവർക്ക് എവിടെയാണ് അതിനുള്ളൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടുന്നത്? പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഭാര്യയും ഭർത്താവായിട്ട് പ്രശ്നം, അല്ലെങ്കിൽ എന്താ പറയുന്നത് അമ്മായിപ്പൻ അമ്മായിമ്മ, അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രഷറും അനുഭവിച്ച് വീട്ടിൽ നിന്ന് വരുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അവരതെല്ലാം ചിലപ്പോൾ റിലീസ് ചെയ്യുന്ന ഈ കുഞ്ഞുങ്ങളുടെ ദേഹത്തായിരിക്കും, ഈ കുഞ്ഞുങ്ങളോടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുന്നത് മെനോപോസിൻ്റെ പ്രശ്നങ്ങളുള്ളവർ, പീരീഡ്സ് ആകുമ്പോഴത്തെ പ്രശ്നങ്ങളുള്ളവർ, അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിലുള്ളവർ, അങ്ങനെയുള്ള പല രീതിയിലും കൂടെ കടന്നു പോകുന്ന ടീച്ചേഴ്സും ഉണ്ടാവും. അപ്പോൾ അവരുടേതായിട്ടുള്ള ആ ദേഷ്യങ്ങൾ, ഫ്രസ്ട്രേഷൻസ്, ഡിപ്രഷൻസ് ഒക്കെ കൊണ്ടുവന്ന് തീർക്കുന്നത് ഇവിടെ ആയിരിക്കും, പാവം കുഞ്ഞുങ്ങളുടെ മണ്ടയ്ക്ക്. അപ്പം ടീച്ചേഴ്സും വന്നിട്ട് മനഃപൂർവ്വം ചെയ്യുന്നതാവില്ല. ടീച്ചേഴ്സിൻ്റെയും പലതരത്തിലുള്ള സാഹചര്യങ്ങളാണ് അവരെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്. പിന്നെ വേറൊരു കൂട്ടരുണ്ട്, അവർക്ക് ഒന്നിനും അഡ്മിഷൻ കിട്ടാത്തത് കൊണ്ട് ഇതെടുത്ത് വന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും അവർ ടീച്ചിങ് പ്രൊഫഷൻ ഇഷ്ടപ്പെട്ട് വന്നവരല്ല. അവർക്ക് ഒരിക്കലും അതിനോട് നീതി പുലർത്താനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള പല സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് ടീച്ചേഴ്സിന് വ്യക്തമായ കൃത്യമായ അവയർനെസ് ക്ലാസ്സസും വേണമെങ്കിൽ കൗൺസിലിങ്ങും ഈ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ടീച്ചേഴ്സിനും അത് വളരെ അത്യാവശ്യമാണ്. കാരണം അവർ വരുന്ന സാഹചര്യങ്ങൾ, അവർക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന പ്രഷർ, അതുപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട്. ഇന്ന് കുഞ്ഞുങ്ങളെ ഒന്ന് ചെറുതായിട്ട് വഴക്ക് പറഞ്ഞാലും തല്ലിയാലും തന്നെ ചോദിക്കാൻ വരുന്ന പല മാതാപിതാക്കളുണ്ട്, ഒരു കാര്യവും ഇല്ലാതെ. പിന്നെ അതുപോലെ തന്നെ പോസ്കോ കേസ്, മറ്റേ കേസ്, മറിച്ചത് കേസ്, അങ്ങനെ പലതരത്തിലുള്ള കേസുകളാണ്. അപ്പോൾ ആവശ്യമില്ലാതെ കുഞ്ഞുങ്ങൾക്കോ മാതാപിതാക്കൾക്കോ ദേഷ്യം വന്ന ടീച്ചേഴ്സിനെ കൊടുക്കാൻ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ടീച്ചേഴ്സിന് വഴക്ക് പറയാനും പേടിയാണ്. വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏത് രീതിയിലാണ് ഇവർ റിയാക്ട് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് ഇവരുടെ മാതാപിതാക്കൾ റിയാക്ട് ചെയ്യുന്നത്, ഇതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ടീച്ചേഴ്സിൻ്റെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ മാതാപിതാക്കളാണെങ്കിലും അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക, ആവശ്യമില്ലാതെ അവരുടെ കാര്യങ്ങളിൽ ഇൻ്റർഫിയർ ചെയ്ത് അവരെ ഒരുപാട് ഇത് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ സ്കൂളുകാരാണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും ടീച്ചേഴ്സിന് വേണ്ട കൗൺസിലിങ്ങും കാര്യങ്ങളും അവയർനെസ്സും ഒക്കെ പീരിയോഡിക്കലി കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം അവർക്കും അവരുടെ സ്ട്രെസ് റിലീസ് ചെയ്യണം, അവർക്കും നോർമലായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ കൊടുക്കണം. അങ്ങനെയുള്ള കാര്യത്തിൽ അവരെയും കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് കുറ്റം പറയാൻ മാത്രമല്ല പറ്റുക, കുറ്റം പറയുന്നതോടൊപ്പം അതിൻ്റെ കാര്യകാരണങ്ങൾ കണ്ടെത്തി അവരെ സഹായിക്കാനും കൂടെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനൊരു അറുതി വരുത്താനായിട്ട് സാധിക്കും. പിന്നെ ഇന്ന് പല വീട്ടുകാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ടീച്ചേഴ്സ് ചെയ്യണം എന്നൊരു ചിന്തയുണ്ട്. കുഞ്ഞുങ്ങൾ പഠിത്തത്തിൽ മോശമായാൽ അത് മൊത്തം ടീച്ചേഴ്സിൻ്റെ കുറ്റമെന്ന് പറഞ്ഞ് ടീച്ചേഴ്സിൻ്റെ മണ്ടയ്ക്ക് ചാർത്തുന്നവരുണ്ട്. അങ്ങനെയല്ല, നമ്മൾ പേരൻസ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് എല്ലാം നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം. പിന്നെ അവർ ചെയ്യേണ്ട ടീച്ചേഴ്സ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് അവർ കൃത്യമായിട്ട് ചെയ്യണം. അങ്ങനെ രണ്ട് കൂട്ടരും കൃത്യമായിട്ട് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ചെയ്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ ഒരു എന്താ പറയുന്നത് നല്ല ക്യാരക്ടറിന് ഉടമയായിട്ട് നമുക്ക് അവരെ കൊണ്ടുവരാനായിട്ട് പറ്റും. അത് ചെയ്യേണ്ട രീതിയിലെല്ലാം. കാരണം കുഞ്ഞുങ്ങളെ ആവശ്യമില്ലാതെ എല്ലാ കാര്യത്തിനും ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ, അവരുടെ പ്രൈവസി മനസ്സിലാക്കാതെ, അവർക്കൊരു സ്പേസ് കൊടുക്കാതെ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാതാപിതാക്കളും ടീച്ചേഴ്സും ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ക്യാരക്ടറിനെ അത് വല്ലാതെ ബാധിക്കും. അത് നമുക്കിപ്പോൾ പല കുഞ്ഞുങ്ങളെയും കാണുന്നുണ്ട്. കാരണം ടീച്ചേഴ്സിൻ്റെ മുമ്പിൽ ഇരുന്ന് വരെ ഒരു കൂസലും ഇല്ലാതെ സിഗരറ്റ് വലിക്കുന്ന പിള്ളേരുണ്ടെന്ന് പല ടീച്ചേഴ്സും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈവൻ മാതാപിതാക്കളോടും അത്രയ്ക്ക് റെസ്പെക്റ്റ് ഇല്ലാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മൂല കാരണം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ടീച്ചേഴ്സും മാതാപിതാക്കളും ഈക്വലായിട്ട് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യുകയും അവരുടെ കാര്യങ്ങളിലെല്ലാം നല്ല രീതിയിൽ പ്രോപ്പറായി വേണ്ട ഗൈഡൻസ് കൊടുത്ത് പ്രോപ്പറായി അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾ നല്ല നിലയിലെത്തും. കഴിഞ്ഞ ദിവസം ആ 7ാം ക്ലാസ്സുകാരന് സംഭവിച്ച പോലത്തെ അവസ്ഥ ഇനി ഒരു കുട്ടിക്കും ഉണ്ടാവാതിരിക്കട്ടെ. അതിന് വേണ്ട എല്ലാ കരുതലും എല്ലാ ടീച്ചേഴ്സും എടുക്കണം. കാരണം ഒരു ടീച്ചർ വിചാരിച്ചാൽ ഒരു കുട്ടിയെ തീർച്ചയായിട്ടും നന്നാക്കാൻ പറ്റും, അവരുടെ വീട്ടിലെ സാഹചര്യങ്ങളും കൂടെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ. കാരണം ടീച്ചർ എല്ലാ രീതിയിലും നല്ലത് പറഞ്ഞു കൊടുത്ത് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ തീരെ സമാധാനമില്ലാത്ത വല്ലാത്തൊരു വേറൊരു അറ്റ്മോസ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ അവിടെ പാളി. അപ്പോൾ ടീച്ചേഴ്സും മാതാപിതാക്കളും ഒന്നിച്ചു നിന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്ത് അവരെ നല്ലൊരു പൗരന്മാരാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു കുഞ്ഞുങ്ങൾക്കും ഇനി അങ്ങനെ ഒരു അവസ്ഥ വരാൻ ആരും അനുവദിക്കരുത്. അപ്പോൾ എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കുക.